കാണുന്നില്ലേ? ഇങ്ങനെ ചെയ്യേ നിങ്ങൾ ഗ്രാമയാക്കരുത്. നേരെ അവന് പഞ്ച് കണ്ടോ? ഇവിടെ എന്തായാലും ഇതെന്തായും നേരത്തെ എന്തോ മാസം കാണിച്ചെന്ന് ഇവിടെ നിന്നില്ലേ കയ്യിൽ തട്ടിയും കളഞ്ഞു കണ്ടോ? തട്ടിയും കളഞ്ഞിട്ട് മുൻ തന്നെ കാല് നീട്ടി വെച്ചു. ഈ ഒരു കാല് മാത്രം നീട്ടി വെച്ചിട്ട് നീട്ടി വെച്ച് തിക്കിയതല്ല, നേരിൽ പഞ്ച് ചെയ്യണം. അതോട്ട് വെച്ച് മനസ്സിലായോ? നേരിൽ മാത്രം ചെയ്യാം. ഒരേ ഒരു ടെക്നിക്ക് അത് പഠിക്കരുത്. കാരണം ഇത് ചെയ്യുമ്പോൾ പഞ്ച പഠിക്കരുത്. പറഞ്ഞത് ചെയ്യരുത്. പറഞ്ഞ നിന്നതേ ഉള്ളൂ. പഞ്ചൊക്കെ നോക്കുകയാണ് എവിടെ നോക്കിയിരിക്കാം. ഒരുപാട് നോക്കാനും പാടില്ല. എന്താ ഓക്കെ. അപ്പൊ ഇങ്ങനെ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ചെയ്ത് ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഒരു ആക്ഷൻ ഓക്കെ. ഇതിന് പഞ്ച് വരുന്നില്ല. പഞ്ച് എന്താ പഞ്ച് എന്താ പേടിക്കാൻ ശേഷമായിട്ട് വന്നത് പക്ഷെ ഭയങ്കര പേടി. അവിടെ മനുഷ്യൻ എന്താ എന്താ ഞാൻ ബോഡി ഇത്രയും തിരിക്കുന്നത് എനിക്കൊരു പഞ്ച് പോലില്ല. പഞ്ച് ഒരു പഞ്ചിന്റെ ബോഡി എനിക്ക് കണക്കൂടില്ലാതെ പഞ്ച് ഉണ്ടോ? നിങ്ങളെ എക്സ്പീരിയൻസ് വേണ്ടിയാണ് പഞ്ച്. ബ്ലോക്ക് ചെയ്യണമെന്ന് നേർച്ചതില്ല മോനെ. അവിടെ ബ്ലോക്ക് ചെയ്യാൻ ഇരിക്കാവുന്നില്ല. അങ്ങനെ റൂൾ ഞാൻ പറഞ്ഞോ? നിങ്ങളാരും കേട്ടാണ് റൂള്. നിങ്ങൾക്ക് അറ്റേക്ക് കൗണ്ടറില്ല. ഇതിന് മനസ്സിലുണ്ട് ഉണ്ടോ? എനിക്ക് പഞ്ച് സൗകര്യമില്ല ഉണ്ടോ? പിടിക്കുന്നുണ്ട്. ഓക്കെ എനിക്ക് ബ്ലോക്ക് ചെയ്യണ്ട. എനിക്ക് പൊള്ളിക്കോട്ട് പഞ്ച് ചെയ്തോ? പഞ്ച് ഫസ്റ്റ് പഞ്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഉണ്ടോ? എന്റെ കോൺഫിഡൻസ് ആണത്. ഒരു പഞ്ച് പഞ്ച് ചെയ്യാം. റിസ്ക് ആണിത്. പഞ്ചിന് ഡിലേ ആവുന്നു. അവന് പഞ്ച് ഉണ്ടോ? ഇതെനിക്ക് എന്റെ സേഫ്റ്റിക്ക് നല്ലത്. എന്തായാലും ഡിസ്റ്റൻസ് ഇവിടെ കണ്ടോ? ഫസ്റ്റ് ഫുൾ സ്പീഡ് എന്തിനാണ് കയ്യപ്പോയ കാര്യം മൂല്യം? ഓക്കെ ബോഡിയിൽ വെക്കാനെ മൂക്കപ്പെടാൻ ഇത് നിങ്ങൾ സ്പോർട്ടിംഗ് ആക്ടിവിറ്റി എവിടെയെങ്കിലും പഞ്ചിന്റെ വേഗത ചേർക്കുന്നത് ഈ പഞ്ച് കൊണ്ടാ പൊട്ടും. ആ ഒരു രീതി അവിടെ പഞ്ച് ഇവിടെ പഞ്ച് മാത്രമേ ഇത്രയും ടൈം എന്ത് പറ്റും? അടുത്ത പഞ്ച് വേണ്ടില്ലേ? പഞ്ചിനെ ഉണ്ടോ? എനിക്കിവിടെ ഇങ്ങനെയൊക്കെ എടുത്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഈസി വേന്ന് പറഞ്ഞാൽ കൗണ്ടർ. ഇതാണ് നിങ്ങൾക്ക് സ്പോർട്സ് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സേഫസ്റ്റ് ആണ്. ഇതും
സേഫ് ആണ്. ഞാൻ ഒപ്പന്റെ മാറി സൈഡിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് സേഫ്റ്റി, ഫസ്റ്റ് പ്രിഫറൻസ് പറയുന്നത് നമ്മളുടെ സേഫ്റ്റി. സെക്കൻഡ് വേണം സ്കോറിന് പോകാൻ. കണ്ടോ ഇവിടെ സേഫായി കഴിഞ്ഞ് എന്താ ഈസി ഇവിടെ സ്കോർ ചെയ്യാം. കണ്ടോ ഇവിടേക്ക് സ്കോർ ചെയ്യാം, ഇവിടേക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ എത്ര ചെയ്താൽ മതി. എൻ്റെ എക്സ്പീരിയൻസിന് ഇത്രയും മതി. നിങ്ങളുടെ എക്സ്പീരിയൻസ് പഠിപ്പിക്കുന്ന, നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ സ്കില്ലിനുള്ളവരെ പഠിപ്പിക്കുന്ന. അഡ്വാൻസ് അങ്ങനെ വരെ ഉണ്ട്, നമുക്ക് പിന്നെ പഠിക്കാം. എന്താ എനിക്ക് ഇത് ബ്ലോക്ക് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ സ്കോറിംഗ് തടസ്സപ്പെടുത്തി. എനിക്ക് ബ്ലോക്ക് ചെയ്ത ടൈം ഞാൻ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് സ്കോർ ആക്കി. ഞാൻ സേഫുമാണ്, ഓപ്പറൊന്നും കഴിയില്ല. അപ്പൊ നമ്മൾ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്കോർ അടിക്കാം. ഇനി ഓപ്പൺ ആക്സിന് കിട്ടിയല്ലേ ചെയ്യുന്നത്. എന്താണ് സ്കോറിംഗ് ഏരിയയിൽ ആ ക്രൈറ്റീരിയ അനുസരിച്ച് ഞാൻ സ്കോർ ചെയ്യും. നമ്മൾ അത് വേണം കൂട്ടിയെടുക്കാൻ. അതിന്റെ നിങ്ങളുടെ കില്ലിങ് ആക്ടിവിറ്റായിട്ട് പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? സ്കോറിംഗ് അതായത് വിഗറസ് ആയിട്ട്, വിഗറസ് പിന്നെ വരുന്നത് പഞ്ച്. സ്കോർ ഉണ്ടായിരുന്നോ? എന്തോ ഉയർന്ന വാശി. ഇവിടെ പഞ്ച് വരുന്നത് നിൽക്കുക വേഗത്തിലുള്ള അവർക്കെല്ലാം പ്രശ്നമുണ്ടോ? സ്കോർ കിട്ടിയോ? ഇതുപോലെ നിങ്ങൾ കളിക്കണം. ഫൗളിന് പോകരുത്, ഫൗള് ചെയ്യരുത്. കരാട്ടെ അത് മഹത്താത്തൊരു കലയാണ്. നിങ്ങൾ ഫൗള് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഫൗള് വന്നു കഴിഞ്ഞാൽ നെറ്റിസ് നോയി പോലെ. പിന്നെ തീരെ സഹിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന അറ്റാക്കിന് ഇമ്പാക്ട് കൊടുക്കുക. ആസ് പെർ റൂൾ അത് ചെയ്യാൻ പറയും. അല്ല ഫൗളിന് എഗെയിൻസ്റ്റ് നിങ്ങൾ ഒരിക്കലും ഫൗൾ ചെയ്യരുത്. നോക്കണമെന്നില്ല, നോക്കണ്ട് ചെയ്യാം. എങ്ങനെ അവിടെ പഞ്ച് മേടിക്കുന്നത് ഇത് ഇത് എനിക്ക് ചെയ്യാം. അല്ല ഇവിടെ കാണിച്ച് നോക്കട്ടെ. ഇനി ഫേസ്ബുക്ക് ചെയ്യാം. സീനിയർ ബോക്സ്